ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ കർത്താവ് വന്നിരിക്കുന്നത് നമ്മെ വന്നതുപോലെ അങ്ങ് വിടാനല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിമനോഹരമായി പറഞ്ഞ വാക്കുകൾ. ബന്ധനക്കെട്ടുകൾ അഴിച്ചുവിടാനാണ് ദൈവം നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. എന്നാൽ ദിനംതോറും ബന്ധനം അഴിയുന്ന ആ ശുശ്രൂഷ വാസ്തവമായും നമ്മുടെ മധ്യത്തിൽ നടക്കുന്നുണ്ട്. എന്താണ് ബന്ധനം അഴിയുക എന്ന് പറഞ്ഞാൽ? പാപങ്ങൾ എന്നേക്കുമായി മോചിച്ച് കിട്ടുന്നു. പാപങ്ങൾ മോചിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ക്ഷമിച്ച് കിട്ടുക എന്നല്ല, മുഴുവനായും കഴുകിക്കിട്ടുന്നു. കഴുകിക്കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മായിച്ചൊരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം. ജോൺ കുര്യാക്കോസ് ഇന്ന കാര്യം ഇന്ന ദിവസം ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കും. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഇനി ഒരിക്കലും കാണാതെ വണ്ണം അത് മായ്ച്ചു കളയുന്നു. ഞാൻ പറയുന്നത് വ്യക്തമായിട്ടാണ്. പിന്നെ എങ്ങനെ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയുകയില്ല. പിശാച് ബാധിച്ച മനുഷ്യർ ഒരുപക്ഷെ പിന്നീട് പറയും, ഞാൻ അളന്നു നോക്കി തന്നെ പറഞ്ഞു, പിശാച് ബാധിച്ച മനുഷ്യർ ഒരു ദൈവത്തിൽ ഒരിക്കലും പിന്നെ കർത്താവ് കഴിയുന്നതിന് പിന്നെ കുറ്റപ്പെടുത്തുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതേ ജാഗ്രതയോടെ വേണം ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കാൻ. ഈ പറയുന്നത് മുഴുവൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, സത്യം അതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് ഇവിടെ മുഴങ്ങി കേൾക്കുന്നത്. വേറെ ഒരു കാര്യത്തെപ്പറ്റിയും ഇവിടെ പറയുകയില്ല. അത് നമ്മുടെ വ്യക്തമായ തീരുമാനവും ചിന്തയുമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, ഇന്ന് ഞാൻ 100% വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, മാലാഖമാർ നോക്കുന്നു, കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധയോടെ നോക്കുകയാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ വേണം ഓരോരുത്തരും ഇരിക്കാൻ. അങ്ങനെ വ്യക്തമായ ബോധ്യത്തോടെ ആണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, എന്നേക്കുമായി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന പാപങ്ങളെല്ലാം കർത്താവ് മായ്ച്ചു കളഞ്ഞു എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പോകാൻ കർത്താവ് ഇന്ന് ഇടതരും. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞേക്കണേ? നാം ഇടയ്ക്ക് പോകണം. നാം എങ്ങനെ പറയണം എന്ന് പറഞ്ഞേക്കണേ പ്രിയപ്പെട്ടവരെ? നാം അട്ടഹസിച്ച് പറയണം. പണ്ട് ഞാൻ അട്ടഹസിച്ച് പറഞ്ഞൊക്കെ ഓർത്ത് ലജ്ജയോടെയാണ് പറയുന്നത്. കോപിച്ച് പിശാച് ബാധിച്ച് പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു. ഇന്നെനിക്ക് ലജ്ജ തോന്നുവാണ്. പക്ഷെ നാം അട്ടഹസിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നാം അട്ടഹസിച്ച് പറയണം. സ്തോത്രം അട്ടഹസിച്ച് പറയണം. സ്തുതി അട്ടഹസിച്ച് പറയണം. ഹല്ലേലൂയ അട്ടഹസിച്ച് പറയണം. എന്താണ് പറയേണ്ടത്? നാം അട്ടഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി, ഹല്ലേലൂയ എന്ന്. നിങ്ങളൊന്ന് ഉറക്കെ ഉള്ളിന്ന് തന്നെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറഞ്ഞില്ലേ എന്നെ കുഴപ്പമൊന്നും പറയൂ, അങ്ങനെ പറയൂ. നല്ല പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം കൊണ്ട് പറഞ്ഞുതരാം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പക്ഷേ ഞാൻ പാട്ട് വായിക്കുന്ന രീതിയിൽ പാടാം. എങ്ങനെയാണെന്നറിയോ? ഇവിടെ നാം പാടി സ്തുതിക്കാതിരുന്നാൽ സ്വർഗത്തിലെങ്ങനെ പാട്ടുപാടും. നിങ്ങളൊന്ന് പാടിക്കുക, ആ സ്റ്റാൻസ് ഒന്ന് പാടിക്കുക, എന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ഇവിടെ നാം പാടി സ്തുതിക്കാതിരുന്നാൽ സ്വർഗത്തിലെങ്ങനെ പാട്ടുപാടും. കേട്ടോ? പാടിയത് എന്താണ്? ഇവിടെ നാം പാടി സ്തുതിക്കാതിരുന്നാൽ സ്വർഗത്തിലെങ്ങനെ
പാട്ടുപാടും. കേട്ടോ, സ്വർഗത്തിൽ പോയി പാടാൻ കഴിയില്ലെന്ന്. ഇവിടെ ആ പാട്ട് തുടങ്ങണം, ഇവിടെ ആരാധന തുടങ്ങണം, ഇവിടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊത്ത്. എന്താണ് ഉപകാരം? ഏറ്റവും വലിയ ഉപകാരം എനിക്ക് കർത്താവ് ചെയ്തത് എന്താണ്? നിങ്ങളൊന്ന് പറയൂ, ഉറക്കെ പറയൂ. എന്താണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണോ നാം? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പാപത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചവരാണോ നാം? ഇനി എന്ന് കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങളിരിക്കണേ. എന്നാണ് പാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നത്? മരിക്കണേൻ്റെ തലേദിവസാ. അത് മതിയായിരുന്നു. മരിക്കണേൻ്റെ തലേദിവസമെങ്കിലും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയായിരുന്നു. 1 മണിക്കൂർ മുമ്പെങ്കിലും കിട്ടിയാൽ മതി. അല്ല, ഇനി അങ്ങേറ്റം പറഞ്ഞാൽ മരിക്കണേന് തൊട്ട് മുമ്പ്, ആ തൊട്ടടുത്ത നിമിഷം കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ മരിക്കണേന്നറിയാവോ? മിണ്ടരുത്. അറിയാവോ? നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കണേ, എന്നാ മരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാവോ പ്രിയപ്പെട്ടവരെ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കണം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അത് 100% വിശ്വസിക്കണം. അതുകൊണ്ട് സ്വാതന്ത്ര്യം തരുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നന്ദി ഹൃദയത്തിൽ വരേണ്ടത് എന്തിനാണ്? സ്തുതി ഹൃദയത്തിൽ നിന്ന് വരേണ്ടത് എന്തിനാണ്? ജോലി കിട്ടിയതുകൊണ്ട് സ്തുതിക്കേണ്ടെന്നല്ല പറയണേ, സ്തുതിച്ചോളൂ. പക്ഷേ ഏറ്റവും വലിയ നമുക്ക് ദൈവം ചെയ്ത ഉപകാരം എന്താണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിനെന്ന്. അനേകർക്കും സ്വാതന്ത്ര്യം കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നവർ. എന്നാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? എത്ര പറഞ്ഞാലും മനുഷ്യരുടെ ഉള്ളിൽ, കേട്ടോളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, മനുഷ്യരുടെ ഉള്ളിൽ വിശ്വസിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങളൊരു 10,000 പ്രാവശ്യം ഒരു പാപം ഏറ്റു പറഞ്ഞിരിക്കട്ടെ. അങ്ങനെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ചിലപ്പോൾ കാണും. 10,000 പ്രാവശ്യം വേണ്ട, 100 പ്രാവശ്യം ഇരിക്കട്ടെ, ചെറിയ വാക്ക്. 100 പ്രാവശ്യം നിങ്ങളൊരു പാപം ഏറ്റു പറഞ്ഞിട്ടൊന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പാപം മോഹിച്ചു തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഉറക്കെ കേട്ടോളൂ, വളരെ കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. 100 പ്രാവശ്യം നിങ്ങൾ പാപം ഏറ്റു പറഞ്ഞാലും പാപം മോഹിച്ച് കിട്ടുകയില്ല. എന്നാൽ ഞാൻ ഒറ്റയ്ക്കൊരു പ്രാവശ്യം മാത്രം ഏറ്റു പറഞ്ഞാൽ മതി കർത്താവ് എൻ്റെ പാപം കഴുകി കിട്ടാൻ. വിശ്വാസം വേണം. ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ പാപം ഏറ്റു പറയുമ്പോൾ കർത്താവ് നിങ്ങളുടെ പാപം എന്നേക്കുമായി തൻ്റെ തിരുരക്തത്താൽ കഴുകി തന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ശരിയായ വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ മനസ്സിലാവുന്ന ഭാഷയല്ലേ പറയണത്? നിങ്ങൾ 100 പ്രാവശ്യം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അഥവാ നാം എന്ത് ചെയ്യാണ്? കർത്താവിൻ്റെ തിരുരക്തത്തെ മലിനമെന്ന് എണ്ണുകയാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നും എന്ത് ചെയ്യുകയാണ്? പിശാച് നമുക്ക് കുറ്റബോധം തരുന്നു. പരിശുദ്ധാത്മാവ് കുറ്റബോധം തരും, അത് വ്യക്തമായ കുറ്റബോധമാണ് തരുന്നത്. എന്നാലും എൻ്റെ ആ പാപം മാഞ്ഞു കിട്ടി കാണുമോ? ഞാൻ അന്ന് ഏറ്റു പറഞ്ഞപ്പോൾ മാഞ്ഞു കിട്ടി കാണുമോ? ഈ ചിന്ത തരുന്നത് ആരാണ്? നിങ്ങൾ ഉറക്കെ പറയൂ. ദുഷ്ടനായ പിശാച് നിങ്ങളെ കെട്ടിവരിഞ്ഞ് മുറുക്കി നിത്യ നരകത്തിലേക്ക് കൊണ്ട് അവിടെ പൂട്ടിയിടാനായിട്ട് എന്തെല്ലാം കാര്യം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടനായ പിശാചാണ്. ആ ചിന്ത നിങ്ങൾക്ക് തരികയുള്ളൂ. യേശുക്രിസ്തുവിന്റെ തിരുരക്തം സകല പാപവും കഴുകി ശുദ്ധീകരിക്കുന്നതാണ്. ഒരിക്കൽ മാത്രം ഏറ്റു പറഞ്ഞാൽ കർത്താവ് കഴുകുമെന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും. അതുകൊണ്ട് വിശുദ്ധന്മാരായോ? എല്ലാം തികഞ്ഞു എന്നാണോ പറഞ്ഞത്? അല്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വന്ന വീണ്ടും നിങ്ങൾക്ക് കുറ്റബോധം തന്നുകൊണ്ടിരിക്കുന്ന പിശാചാണ്. എങ്ങനെ കുറ്റബോധം തരുന്നു? അത് കഴുകി കാണില്ല. നിങ്ങൾ ചെവി തുറന്ന് കേൾക്കൂ പ്രിയപ്പെട്ടവരെ. ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവസാനത്തെ പ്രസംഗമായിരിക്കും എൻ്റെ. എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതൊന്നും എനിക്ക് പറയണം എൻ്റെ മനസ്സിൽ ശക്തമായ ചിന്ത. എത്ര പറഞ്ഞാലും നമ്മുടെ മനുഷ്യർ വിശ്വസിക്കില്ല. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പാവങ്ങൾ വന്നിട്ടുണ്ട്? ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴും നിങ്ങളത് വേട്ടയാടുന്നില്ലേ? ചിന്തിക്കൂ. എന്നാലും അന്ന് കഴുകി കാണുമോ? കഴിയുമിട്ട് കാണൂല. മുഴുവനും കഴുകി കാണുമോ? ഒന്നോടെ അങ്ങോട്ട് ഏറ്റു പറഞ്ഞേക്കാം. അതാണ് ഏറ്റവും വലിയ മഹാപാപം. ഒരേ ഒരു പ്രാവശ്യം, ഒറ്റയ്ക്കൊരു പ്രാവശ്യം കർത്താവേ ഞാൻ ഇന്ന പാപം ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാനിടയായാൽ അത് എന്നേക്കുമായി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കഴുകി തന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന്? അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഉടനെ നന്ദി വരും, ഉടനെ സ്തുതി വരും,
ഉടനെ ഉള്ളിൽ നിന്ന് സ്തോത്രം വരും, ഉടനെ ഹല്ലേലൂയ വരും. ആരും പറഞ്ഞു പറയിപ്പിക്കണ്ട. ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞ്, എല്ലാവരും ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ്, എല്ലാവരും ഒന്ന് സ്തുതി പറഞ്ഞ്, ഒന്ന് പ്ലേസിലോട് പറഞ്ഞ്, ഇങ്ങനെയൊന്നും പറയേണ്ടതല്ല. സ്വന്തം ഉള്ളിൽ നിന്ന് വരും. എന്താണ് ദാവീദ് പറഞ്ഞു? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം നൽകുമെന്ന്. ഏറ്റവും വലിയ ഉപകാരം എന്താണ്? പാപം കഴുകി കിട്ടി, പാപം മോഹിച്ചു കിട്ടി. അന്ന് പാപം മോഹിച്ച പോലെയല്ല ഇന്ന് മോചിക്കുന്നത്. അന്ന് ലംഘനം ക്ഷമിക്കുന്നു, പാപം മറയ്ക്കുന്നു. എന്നാൽ ഇന്നോ മുഴുവനായി മായ്ച്ചു കളയുകയാണ്, എന്നേക്കുമായി മായ്ക്കുകയാണ്. അന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമില്ല കഴുകാൻ. എന്നാൽ ഇന്നോ കർത്താവിൻ്റെ തിരുരക്തത്താൽ എന്നേക്കുമായി കഴുകൽ പ്രാപിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ, ഇതൊരു സത്യമാണ്. ഇന്ന് നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും, ഞാൻ ഉറപ്പ് പറയാം, അങ്ങനെ വിശ്വാസത്തോടെ, കർത്താവേ ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല, ഇതുവരെ വന്നതായ പാപം അവിടുത്തെ തിരുരക്തത്താൽ എനിക്ക് കഴുകി തരണമേ, ഇന്നെൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. വെറുതെ പറഞ്ഞാൽ പോരാ, ഇനി പാപം വരരുത്, ഇനി വന്നാലോ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പാപം ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അങ്ങനെയൊന്നും കരുതണ്ട. നാം മനുഷ്യരാണ്. അതുകൊണ്ട് മനഃപൂർവ്വമായി പാപം ചെയ്യുമോ? ചെയ്യുമോ? നാം പിശാചിന് ഇടം കൊടുക്കുമോ? ഇല്ല. അബദ്ധവശാൽ ഒരു പാപം വന്നുപോയാൽ എന്ത് ചെയ്യണം? നമുക്കുള്ള മഹാപുരോഹിതൻ, ഇതൊന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇത് പറയുമ്പോഴും ചിലർ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഞാൻ ആ കാര്യം പറഞ്ഞത്, ആ കാര്യം അങ്ങനെ ചെയ്തത്, അവിടെ ഞാനൊന്ന് ഞോണ്ടിയത്, അവിടെ ഇന്ന കാര്യം ചെയ്തത് ആ ആൾ മറക്കുമോ? അല്ലെങ്കിൽ ഇന്ന കാര്യം നടന്നത്, വിവാഹത്തിന് മുമ്പ് ഇന്ന കാര്യം നടന്നത്, അത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അത് അങ്ങനെ കർത്താവ് കഴുകി കിട്ടുമോ? ഞാൻ ഇനിയും പറയണ്ടേ? പിശാചാണ് നിങ്ങളുടെ ഉള്ളിൽ ചിന്ത തരുന്നതെന്ന് ഓർക്കൂ. ദുഷ്ടനായ പിശാചാണ് ആ ചിന്ത തരുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം ഒരിക്കൽ കഴുകിയാൽ കാർമുകിലിനെ പോലെ എൻ്റെ ലംഘനങ്ങളെയും കാർമേഘത്തെ പോലെ എൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്ന ദൈവം, എന്നേക്കുമായി മായ്ക്കുകയാണ്. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവം. ഇതൊരു സത്യമാണ്. വല്ല കാരണവശാലും ഏതെങ്കിലും ഒരു പാപം വന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ബാക്കി വായിച്ചോ. പാപം ഒഴികെ, അടുത്തത്, സർവത്തിലും സകല കാര്യങ്ങളിലും എന്നെപ്പോലെ എനിക്കും നിങ്ങൾക്കും തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും അപ്പോൾ തന്നെ, കേട്ടോ നിങ്ങൾ, ഭാര്യയും ഭർത്താവ് ഏതെങ്കിലും ഒരു ഇഷ്ടക്കുറവുണ്ടായി അഭിമാനം വെച്ചോണ്ടിരിക്കരുത്. കാരണം തൊട്ടടുത്ത നിമിഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുമോ? ഞാൻ മരിക്കില്ല, ഭാര്യ ചിലപ്പോൾ മരിക്കുമായിരിക്കും, അവൾ പറയട്ടെ. നിങ്ങൾ ഓർത്തിരിക്കരുത്, ഏത് സമയത്തും മരിക്കാം. അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഏതെങ്കിലും ഒരു പാപം വന്നാൽ അത് വെച്ചോണ്ടിരിക്കരുത് പ്രിയപ്പെട്ട ദൈവജനമേ. അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇനിയും ആ പാപം ക്ഷമിച്ചു കിട്ടിയോ എന്ന് ചിന്തിക്കരുത്. പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. എന്താണ് ഒരു അതിനൊന്ന് പാടാം. ബന്ധന കയറുകൾ അഴിച്ചു വിട്ടു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. എന്താണ് നമ്മൾ പാടിയത്? എന്താണ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്? ഭാഗികമായിട്ടല്ല കർത്താവ് അഴിച്ചു വിടുന്നത്. ബന്ധനക്കയറുകൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒന്നോടെ പാടൂ. ബന്ധനക്കയറുകൾ അഴിച്ചു വിട്ടു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. കേട്ടോ? അതുകൊണ്ട് എന്ത് വേണം? നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, എപ്പോഴും ഉണർന്നിരിക്കണം. പത്രോസിൽ എഴുതിയ ലേഖനം 5:8 ഒന്ന് വായിക്കൂ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, എപ്പോഴും ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് നിങ്ങളെ എന്നും കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന നിങ്ങളുടെ പ്രതിയോഗിയായി, നിങ്ങളുടെ വൈരിയായ ദുഷ്ടനായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ആരെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു, അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന്. അതുകൊണ്ട് ഉറക്കം തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പിശാചൊക്കെ എന്ത് ചെയ്യും? ആ ആളുടെ ഉള്ളിൽ കയറും, സകല പിശാചുകളുടെ ഉള്ളിൽ കയറും. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ ഉള്ളിൽ എത്ര പിശാചുണ്ടായിരുന്നു? 6000 പിശാച്. അത് ഗദരദേശത്തെ ഭൂതഗ്രസ്തനായതുകൊണ്ടല്ലേ? ആണോ? അല്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെ പിശാചുണ്ടെന്ന് നോക്കൂ.
കോപത്തിൻ്റെ പിശാച്, അശുദ്ധിയുടെ പിശാച്, അഹങ്കാരത്തിൻ്റെ പിശാച്, നെകളത്തിൻ്റെ പിശാച്. ചിന്തിച്ചു നോക്കൂ. എടുത്തിയാടി പറയുന്ന പ്രകൃതമുള്ള പിശാച്. ഏതെല്ലാം പിശാചുകളുണ്ട്. പഴയ കാലത്ത് എന്തെങ്കിലും പാപം വന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റിലേക്ക് പോയെങ്കിൽ അത് പിന്നെ ഓർമ്മ വന്നിട്ട് രസിപ്പിക്കുന്ന പിശാച്. ഇങ്ങനെ എത്രമാത്രം പിശാചുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന പിശാചുകൾ എന്തു ചെയ്യും? ആ ഉണർന്നിരിക്കാത്തവരുടെ ഉള്ളിൽ കയറിക്കൂടും. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് വന്നതിനേക്കാൾ അപകടത്തിലേക്ക് പോകും. ദൈവവചന ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ മയങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടം ദുഷ്ട പിശാചുകളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ വന്ന് ഇടം കിട്ടി. എവിടെയാണ് ഇടം കിട്ടണമെന്ന് അന്വേഷിച്ചാൽ നടക്കുന്നത്. അന്ന് പന്നികളുടെ ഉള്ളിൽ കയറി. 6000 ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ പന്നിയുടെ ഉള്ളിലേക്ക് കയറി. അതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്തു? കടുംതൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന്, എപ്പോഴും നിർമ്മതരായിരിക്കണമെന്ന്. അലറുന്ന സിംഹം എന്ന പിശാചുണ്ട് നമ്മെ കുറ്റം പറയാനായിട്ട്. അതുകൊണ്ട് എബ്രായലേഖനത്തിൽ പറയാണ്, ആരും ദൈവകൃപ വിട്ട് പിന്മാറരുതെന്ന്. എപ്പോഴും കർത്താവിൻ്റെ കൃപയിലായിരിക്കണമെന്ന്, എപ്പോഴും കർത്താവിൻ്റെ ആശ്രയത്തിലായിരിക്കണമെന്ന്. ഒരു സെക്കൻഡ് പോലും ഒരു കാര്യത്തിൽ പോലും ജാഗ്രത ഇല്ലാതിരിക്കരുതെന്ന്. എപ്പോഴും ഉണർന്നിരിക്കണമെന്ന്. ഏത് സമയത്തും വീട്ടിൽ പാകം ചെയ്യുമ്പോൾ ഉണർന്നിരിക്കണം. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഉണർന്നിരിക്കണം. ഭാര്യയോട് മിണ്ടുമ്പോൾ ഉണർന്നിരിക്കണം. ജോലി ചെയ്യുമ്പോൾ ഉണർന്നിരിക്കണം. ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴേക്കും ഉണർന്നിരിക്കണം. ഞാൻ ഉണർന്നല്ല ഇരിക്കണമെങ്കിലുണ്ടല്ലോ എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്യുന്ന മനുഷ്യനെന്നറിയോ? ഒന്നും ഉറക്കെ വിളിച്ച് പറയുന്നില്ല. ഉണർന്നിരുന്നല്ല ആരോടെങ്കിലും മിണ്ടണമെങ്കിൽ, എൻ്റെ കർത്താവേ എന്നൊന്ന് വിചാരിച്ചിട്ടല്ല ആരോടെങ്കിലും മിണ്ടണമെങ്കിൽ വാ തുറന്നാൽ അബദ്ധേ പറയുള്ളൂ. അതുകൊണ്ട് ഉണർന്നിരിക്കണമെന്ന്. ആരും ദൈവകൃപ വിട്ട് പിന്മാറരുതെന്ന്. 2 കൊരിന്ത്യർ 2:11 വായിക്കാമോ? സാത്താൻ തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രം പറയാൻ വരുന്നത്. എന്താണ് സാത്താൻ്റെ തന്ത്രം? സാത്താൻ്റെ തന്ത്രം ദൈവമക്കളെ കുറ്റം ചുമത്തുക എന്നുള്ളതാണ്. സാത്താൻ വലിയ തന്ത്രശാലിയാണ്. നമ്മളെ വന്ന് പേടിപ്പിക്കുന്നവനാണ് സാത്താൻ. വായിച്ചോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എന്താണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം? സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം കർത്താവിൻ്റെ തിരുരക്തത്താൽ ഒരിക്കൽ പാപം കഴുകിയെങ്കിൽ ആ പാപം കഴുകിയത് മുഴുവനായും കഴുകി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നീ വീണ്ടും 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 ഏറ്റു പറഞ്ഞോ എന്ന് പറയുന്നതാണ് പിശാചിൻ്റെ തന്ത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാവുന്ന ഭാഷയല്ലേ പറയണേ? വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങൾ എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞാലും പിന്നെയും എന്നാലും ഒന്നോടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് ഇതുവരെ ചെയ്തെങ്കിൽ ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ എന്നും പാപം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുതെന്നാണ് പറഞ്ഞത്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകിയാൽ പലരും വളരെ ശുശ്രൂഷകളിലായിരിക്കുന്നവർ പോലും ഇത് മനസ്സിലാക്കുകയില്ല, ചിന്തിക്കുകയില്ല. ഇതൊരു സത്യമാണ്. ഒരിക്കൽ കഴുകിയാൽ എന്നേക്കുമായി കഴുകിയതാണ്. ആട്ടുകൊറ്റന്മാരുടെയും ഇബ്രായലേഖനം 9:13-14 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും, മലിനപ്പെട്ടവരുടെ മേൽ പഴയകാലത്ത് തളിച്ചുകൊണ്ടിരുന്ന പശുവിൻ്റെ ഭസ്മം. എന്താണ് പശുഭസ്മം? എന്താണ്? യാഗം കഴിച്ചിട്ട് കിട്ടുന്ന ചാരം, അത് കലക്കിയ വെള്ളം തളിക്കുന്നു. ഒന്നുകൂടെ വായിക്കൂ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു. പുറമേയുള്ള ശുദ്ധി മാത്രമേ വരുത്തിയിരുന്നുള്ളൂ. എന്നാൽ നിത്യാത്മാവിനാൽ, കേട്ടോ, നിത്യാത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച പിതാവാം ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മുഴുവനായും സമ്പൂർണമായി യാഗമായി തീർന്ന, കാൽവറിയിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ഉള്ളിൽ നിന്ന് ആരാധന വരണമെങ്കിൽ പാപം മുഴുവനായി കഴുകി കിട്ടിയെന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളുടെ മനസാക്ഷിയെ, അങ്ങനെ വന്നാൽ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി, കേട്ടോ, മനസാക്ഷി മതി, മനസാക്ഷി കഴുകി കിട്ടുന്നു. ഇത് മനസാക്ഷിയിൽ പിശാച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ? യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി നമ്മുടെ മനസാക്ഷിയടക്കം കഴുകിത്തരികയാണ്. എല്ലാം കഴുകിത്തരണം, മുഴുവനായും കഴുകിത്തരികയാണ്. ഏറ്റു പറയുമ്പോൾ എല്ലാം കഴുകി കിട്ടുന്നു. എന്നാൽ പിന്നെയും നിങ്ങൾ ഏറ്റു പറയാൻ ഇടവരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് കഴുകിയില്ല എന്നുള്ള അവിശ്വാസികളായി തീർന്നു.
ആ അവിശ്വാസം എന്നുള്ള ദുഷ്ടഹൃദയം ഇനി വെച്ചുകൊണ്ടിരിക്കരുത്. എന്നേക്കുമായി യേശു കഴിയുമെന്ന് വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർത്തു. ഇത് വിശ്വസിക്കേണ്ട കാര്യമാണ്. ആദാമും ഹവ്വായും പാപം ചെയ്തു. വായിക്കാം. ഹവ്വായും ആദാമും പാപം ചെയ്തു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പാപം മൂലം പുറത്താക്കപ്പെട്ട ആദാമിനെയും ഹവ്വായെയും വീണ്ടെടുക്കുവാൻ, പിശാചിൻ്റെ തലയെ തകർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുമെന്നും, എന്താണ്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കുമെന്ന്. ആ ഭാഗം മാത്രം ഒന്ന് വായിക്കൂ. 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. കേട്ടോ, ആരാണ് അവൻ? വായിച്ചു, പലരും മനസ്സിലാക്കിണ്ടല്ലോ വായിക്കുന്നത് എങ്ങനെയാണ്? ആരാണ് തല തകർക്കുന്ന? ആരാണ്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമെന്ന് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു. എന്താണ്? സ്ത്രീയുടെ സന്തതി കർത്താവായ യേശുക്രിസ്തു പാമ്പിൻ്റെ തല തകർക്കും. കാൽവറി ക്രൂശിൽ കർത്താവ് തകർത്തു. എന്നാൽ പിശാച് നിങ്ങളുടെ മേലെ ആധിപത്യം പുലർത്തുന്നത് എങ്ങനെയാണ്? പിശാച് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതിന് വഴിയുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാനത് വിശ്വസിക്കുന്നില്ല. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർത്തു വിശ്വസിക്കുന്നില്ല. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട്, ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി. മരണത്തിൻ്റെ അധികാരി ആരാണ്? പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. മരണത്തിന്റെ അധികാരി ആരാണ്? പിശാച്. മരണത്തിന്റെ അധികാരിയായവനെ എന്ത് ചെയ്തു? തന്റെ മരണത്താൽ നീക്കി. പിന്നെയോ ജീവപര്യന്തം. ഒരിക്കൽ പാപം വന്നാൽ ജീവപര്യന്തം മരണഭീതി. കാരണം പാപത്തിന്റെ ശമ്പളം എന്താണ്? ഉറക്കെ പറയൂ, മരണം. പാപത്തിന്റെ ശമ്പളമാവുന്ന മരണത്തിന് ഞാൻ അടിമപ്പെട്ടു എന്ന് ചിന്തിച്ച് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. വിടുവിച്ചത് ഒരു ദിവസത്തേക്കല്ല, എന്നേക്കുമായി വിടുവിച്ചു. മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല, പക്ഷേ ഇത് മനസ്സിലാക്കി കിട്ടിയാണ്ടല്ലോ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമാണ്. അതാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് പറയുന്നത്. പുത്രന് മാത്രമേ സ്വാതന്ത്ര്യം വരുത്താൻ കഴിയുകയുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിൻ്റെ അവസാന സമയം വരെ എന്തു ചെയ്യും? ഈ പാവം അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ പിശാച് നിങ്ങളിൽ ചിന്ത വരും. നമ്മെ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറയുന്നു. അപവാദി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ഒന്ന് എടുക്കാമോ? വെളിപ്പാട് 12:9 മുതൽ 12 വരെ ഒന്ന് വായിക്കൂ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന, ഈ ഭൂമിയെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ, പണ്ട് പിശാചും മഹാസർപ്പമായ സാത്താൻ, പാമ്പ്. ആരാണ് ആ പഴയ പാമ്പ്? ആദാമിനെയും ഹവ്വായെയും വീഴ്ച ദുഷ്ടനായ പിശാച പഴയ പാമ്പ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ആ പാമ്പിനെ കർത്താവ് തള്ളിക്കളഞ്ഞു, എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. പിന്നെ അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. പിശാചിന്റെ ദൂതന്മാർ നിങ്ങളെ തൊടുകയില്ല. പിശാചിന്റെ ദൂതൻ വന്ന് തൊടുകയില്ല. എന്ത് വേണം? യേശുവിന്റെ തിരുരക്തം വന്ന് ചുറ്റി നിൽക്കണമെന്ന്. ബാക്കി വായിക്കൂ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. തൊട്ടടുത്ത വാക്യമാണ്, ശ്രദ്ധയോടെ കേൾക്കൂ. നമ്മുടെ സഹോദരന്മാരെയും സഹോദരികളെയും നമ്മുടെ ദൈവ വിശ്വാസികളെ രാപ്പകൽ, കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം, രാവും പകലും. രാത്രിയും പകലും ഇല്ലാത്ത ഏതെങ്കിലും സമയമുണ്ടോ? ഉണ്ടല്ലേ? അമേരിക്കയിലും രാത്രിയും പകലും ഉണ്ട്, ഇന്ത്യയിലും രാത്രിയും പകലും ഉണ്ട്. രാത്രിയും പകലില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? രാത്രിയും പകലും ഉണ്ട്. ഇനിയിപ്പോൾ അന്റാർട്ടിക്കയിലാന്നിരിക്കട്ടെ, എന്നാലും എന്തുണ്ട്? അവിടെ മുഴുവൻ സമയമുണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. രാവും പകലും എന്ത് ചെയ്യുന്നു? നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താണ് പറഞ്ഞത്? രാവും പകലും ഒരു ദൈവ പൈതലിനെ കുറ്റം ചുമത്തുന്ന ദുഷ്ടനായൊരു പിശാചുണ്ട്. ആരാ പിന്നെ നിങ്ങളെ കുറ്റം ചുമത്തുന്നത്? വേറെ ആർക്കും കുറ്റം ചുമത്താൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഒരിക്കൽ കഴുകി കിട്ടിയാൽ പിന്നെ കുറ്റം ചുമത്താൻ വരുന്നവൻ ഒരുത്തനുണ്ട്. കർത്താവ് ക്ഷമിച്ചിട്ടൊന്നുമില്ല. നീ പറയും പോലെ അങ്ങനെയൊന്നും ക്ഷമിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ ദൈവജനത്തെ രാപ്പകൽ ദൈവസന്നിധിയിൽ പോയി കുറ്റം ചുമത്തുന്ന ദുഷ്ടനായ പിശാച്, അപവാദി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപവാദം പറയുന്ന ആൾ. അപവാദം എന്ന് പറഞ്ഞാൽ എന്താണ്?
കുറ്റം പറയുക. കുറ്റം പറയുന്നതിൻ്റെ പേര് അപവാദി എന്ന്. അവൻ്റെ പണി എന്താണ്? രാവും പകലും എന്താണ് അവൻ്റെ പണി? പിശാചിൻ്റെ പണി ദൈവസന്നിധിയിൽ കുറ്റം കൂട്ടായ്മ നടക്കരുതെന്ന് പറഞ്ഞ് അതിൽ കലഹം ഉണ്ടാക്കുവാണോ? അല്ല. രാവും പകലും ഇവൻ്റെ പണി എന്നാ? ദൈവമക്കളെ കുറ്റം ചുമത്തുക. നിങ്ങളത് നോക്കി മനസ്സിലാക്കി വായിക്കണം പ്രിയപ്പെട്ടവർ. ഇതൊന്നും എനിക്ക് എങ്ങൊന്നും പുസ്തകത്തിൽ നിന്ന് എഴുതി കിട്ടിയതല്ല, പുസ്തകം നോക്കി പറയണതല്ല. രാവും പകലും നമ്മെ കുറ്റം ചുമത്തുന്ന അപവാദി ദുഷ്ടനായ പിശാച് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ എന്നേക്കുമായി തള്ളിയിട്ട് കളഞ്ഞു. പിന്നെയോ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഹേതുവായും ആ കർത്താവിനെ ജയിപ്പിച്ചു. യേശുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് ജയം കിട്ടി. സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മതി കേട്ടോ. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. എത്ര പ്രാവശ്യം നിങ്ങൾ ഏറ്റു പറഞ്ഞാലും പാപം ക്ഷമിച്ച് കിട്ടിയില്ല എന്ന് പിശാച് നിങ്ങളെ രാപ്പകൽ കുറ്റം ചുമത്തിട്ടിരിക്കുന്ന ആ കുറ്റബോധം ഇന്ന് എന്നേക്കുമായി മാറണം. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു പ്രത്യേക ദിവസമായി തീരണം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴുകൽ കിട്ടണം. അതിനെന്ത് വേണം? ദൈവമക്കളെ രാവും പകലും പീഡിപ്പിക്കുന്ന പിശാച്, രാവും പകലും കുറ്റം ചുമത്തുന്ന പിശാച്, അതിന് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? 1 യോഹന്നാൻ 1:9 പറയുന്നു. എന്താണ്? 1 യോഹന്നാൻ 1:8 പറയുന്നു. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ വെറുതെ ഏറ്റുപറഞ്ഞാൽ പോരാ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ വെറുതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ പോരാ. ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപം എന്നേക്കുമായി കർത്താവ് എനിക്ക് കഴുകി തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നിരിക്കും. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം വരും. തിരുരക്തം പുരണ്ട കരം വരും. ആ തിരുരക്തം നിങ്ങളുടെ ബന്ധനം അഴിക്കും, നമ്മുടെ ബന്ധനം അഴിക്കും. എന്താണ് പറഞ്ഞത്? 1:9 മാത്രം വായിച്ചു നിർത്താൻ പോവുകയാണ്. വായിക്കൂ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ഒന്ന് തിരുത്തി പറയുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിക്കുക മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അത് കർത്താവിൻ്റെ തിരുരക്തത്താൽ എന്നേക്കുമായി എനിക്ക് കഴുകി കിട്ടിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് പാപം ക്ഷമിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇതുവരെ വന്നുപോയി മുഴുവൻ പാപങ്ങളും ക്ഷമിച്ച് സകല അനീതിയും പോക്കി ജീവിതത്തിൽ വന്നുപോയ സകല നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവർ. ഇതുവരെ വന്ന് എന്ത് ചിന്തകളിൽ വന്ന പാപം, പ്രവൃത്തികളിൽ വന്ന പാപം, വാക്കുകളിൽ വന്ന പാപം എല്ലാം ഇന്ന് കർത്താവ് കഴുകിത്തരുമെന്ന്. എന്താണ്? സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ടാണ് എന്താണ് പറഞ്ഞത്? 1 യോഹന്നാൻ 1:7 പറയുന്നത് എന്താണ്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. ബാക്കി എന്നെ പറഞ്ഞേക്കണേ. സകല പാപവും ഏതാനും പാപം നല്ല എഴുതി തന്നിരിക്കുന്നത്. സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പാപമോചനത്തിൻ്റെ ദിവസമായിരിക്കണം. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമായിരിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്താണെന്നറിയാവോ? പിന്നെയുള്ള സമാധാനം. ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ആര്? ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി. നിങ്ങൾ ഓരോരുത്തരും പറയണം, ഞാൻ ഏറ്റു പറഞ്ഞാൽ യേശുക്രിസ്തു എൻ്റെ പാപം ക്ഷമിച്ചു തരും. ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രം ഏറ്റു പറഞ്ഞാൽ, അല്ലാണ്ട് ഏതെങ്കിലും സാറന്മാരുടെ പുറകെ നടക്കുകയല്ല. അതാണ് വിഗ്രഹാരാധന, കൾട്ട് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ആരെയും മനുഷ്യരുടെ പിന്നാലെ നടക്കരുത്. ജീവനുള്ള ക്രിസ്തു മാത്രം, സ്വാതന്ത്ര്യം തരുവൻ ഒരുത്തൻ മാത്രം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ഇനി നിങ്ങളെ പിശാച് ക്ഷുദ്രം ചെയ്ത് മയക്കരുതെന്നാണ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെന്ന് ക്ഷുദ്രം ചെയ്ത് മയങ്ങിപ്പോകാനിട വരരുത്. എന്താണ് ക്ഷുദ്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്ത് ചെയ്യുന്നു? കൂടോത്രം ചെയ്ത് നിങ്ങളുടെ കണ്ണ് മയങ്ങിപ്പോകാനിട വരരുത്, നിങ്ങൾ നശിക്കാനിട വരരുത്. ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഇന്ന് പാപമോചനം പ്രാപിച്ചുകൊണ്ട് ഇന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടവരായി, ഇന്ന് ബന്ധനം അഴിഞ്ഞവരായി, ബന്ധനക്കെട്ടുകൾ പൊട്ടുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ.